ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു ദ ചാനൽ. സംഭവം ഇന്നെന്ന് വെച്ചാൽ എൻ്റെ വണ്ടി 9 മാസമായിട്ടുണ്ട്. ഏകദേശം 25,000 കിലോമീറ്റർ കംപ്ലീറ്റ് ആയി. അപ്പോൾ ഇത്രയും നാൾ ഞാൻ ഉപയോഗിച്ചിട്ട് എനിക്കിത് ലാഭമാണോ നഷ്ടമാണോ, എന്തൊക്കെ ചിലവ് വന്നു, എന്തൊക്കെ പണി കിട്ടി എന്നൊക്കെ ഉള്ളത് ഷെയർ ചെയ്യാനുള്ളൊരു ചെറിയൊരു വീഡിയോ ആണ്. അപ്പം ഞാൻ ഇത്രയും നാൾ ഉപയോഗിച്ചിട്ട് 4 പ്രാവശ്യം ബ്രേക്ക് പാഡ് മാറിയിട്ടുണ്ട്. പിന്നെ ഒരു പ്രാവശ്യം ബെൽറ്റ് മാറി, ഒരു പ്രാവശ്യം ബാക്ക് ടയർ മാറി. അതിൽ ഞാൻ ബ്രേക്ക് പാഡ് മാറിയത് നമ്മുടെ 4 പ്രാവശ്യം മാറിയതും പള്ളിച്ചിലുള്ള അജീഷേൻ്റെ ഷോപ്പിൽ നിന്നാണ് മാറിയത്. ഓല യൂസേഴ്സിന് ട്രിവാൻഡ്രത്തുള്ള എല്ലാവർക്കും അറിയായിരിക്കും അജീഷേനെ. അപ്പോൾ പുള്ളിക്കാരൻ്റെ അവിടെ നിന്നാണ് ഞാൻ 4 പ്രാവശ്യവും മാറിയത്. അതിൽ 3 പ്രാവശ്യം നിക്കോവി എന്ന ബ്രാൻഡും 4-ാമത്തെ പ്രാവശ്യം ASK എന്നുള്ള ബ്രാൻഡുമാണ് ഞാൻ ഇട്ടത്. ഇപ്പം കിടക്കുന്ന ASK ആണ്. കമ്പയർ ചെയ്യുമ്പോൾ എനിക്ക് ASK ആണ് കുറച്ചും കൂടെ നല്ലതെന്ന് തോന്നുന്നു. അപ്പം 7,000 കിലോമീറ്ററായി മാറിയിട്ട് ഇപ്പോഴും വേറെ വിഷയമൊന്നുമില്ല, നല്ല രീതിയിൽ കിടക്കുന്നുണ്ട്. പിന്നെ ബെൽറ്റ് മാറിയത് വന്നിട്ട് ഞാൻ ഏകദേശം ഒരു 17,500 കിലോമീറ്റർ ആയപ്പോൾ ബെൽറ്റ് പൊട്ടി വഴിയിലായി. അങ്ങനെ ഞാനത് ഫ്ലിപ്കാർട്ടിൽ നിന്ന് ബെൽറ്റ് ഓർഡർ ചെയ്തു. അങ്ങനെ ബെൽറ്റ് വീട്ടിൽ നിന്ന് തന്നെ ഞാൻ ചേഞ്ച് ചെയ്തു. അപ്പോൾ അതിൻ്റെ വീഡിയോസൊക്കെ ഞാൻ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കണ്ടിട്ടില്ലാത്തവർ ജസ്റ്റ് ഒന്ന് പോയി കാണുക. ബെൽറ്റ് ഇടുന്നതുണ്ട്, ബെൽറ്റ് ടൈറ്റ് ചെയ്യുന്നത്, ബെൽറ്റ് ക്ലീൻ ചെയ്യുന്നത്, അങ്ങനെ കുറച്ച് വീഡിയോസൊക്കെ ഇട്ടിട്ടുണ്ട്. ജസ്റ്റ് പോയൊന്ന് കാണാത്തവരൊന്ന് കാണുക. അപ്പോൾ അതാണ് ബെൽറ്റിൻ്റെ കഥ. പിന്നെ ടയർ മാറിയതാണ് ഗൈസ്. അതെന്ന് വെച്ചാൽ എനിക്ക് വഴിയിൽ വെച്ച് ടയർ പൊട്ടി. ടയർ നല്ല മോശമായിരുന്നു. അങ്ങനെ വഴിയിൽ വെച്ച് പൊട്ടി. പിന്നെ തൊട്ടടുത്തുള്ള കടയിൽ കയറി മാറിയതാണ്. അപ്പോൾ എനിക്ക് ഇത്രയും 3 പ്രാവശ്യമാണ് എനിക്ക് ചിലവ് വന്നിട്ടുള്ളത്. അതിൽ ബ്രേക്ക് പാഡ് നമ്മൾ എന്തായാലും മാറണം, ടയറും തേയ്മാനം വരും മാറണം. ബെൽറ്റാണ് എനിക്ക് യാദൃശികമായിട്ട് അല്ലെങ്കിൽ പ്രതീക്ഷിക്കാതെ പൊട്ടിയത്. പക്ഷെ എന്നാലും കുഴപ്പമില്ല. ഇപ്പം ഫ്ലിപ്കാർട്ടിൽ നിന്ന് വാങ്ങിച്ചത് നല്ല ക്വാളിറ്റി ഒന്നുമില്ല, എന്നാലും കുഴപ്പമില്ലാത്ത രീതിയിൽ പോകുന്നുണ്ട്. അപ്പോൾ ഇത്രയും നാൾ ഞാൻ ഉപയോഗിച്ചതിൽ എനിക്ക് ഇത്രയാണ് ചിലവ് വന്നിട്ടുള്ളത്. പിന്നെ എനിക്ക് ഒരു ദിവസം നമ്മുടെ വണ്ടി അൺലോക്ക് ആവുന്നുണ്ട്, പക്ഷേ ഹാൻഡിൽ അൺലോക്ക് ആവുന്നില്ല. വണ്ടി സ്ക്രീനൊക്കെ പാർക്കിംഗ് മോഡൊക്കെ നമുക്ക് മാറ്റാനുള്ളതൊക്കെ വന്നു, പക്ഷേ ഹാൻഡിൽ അൺലോക്ക് ആവുന്നില്ല. അങ്ങനെ ഞാൻ അവസാനം പെട്ടിയാട്ടോ പിടിച്ച് വണ്ടി ഷോറൂമിൽ കൊണ്ടുപോയി 2 ദിവസം ഷോറൂമിൽ വെച്ചിരുന്നു. അപ്പോൾ എനിക്ക് സ്പെയർ ഒരു പെട്രോൾ വണ്ടിയിൽ ഞാൻ പെട്രോൾ അടിച്ചാണ് അത് ഓടിയത്. അപ്പോൾ എൻ്റെ ഉള്ളത് ഹോണ്ട ഡിയോ ആണ്. അത് തന്നെ ഞാൻ ഇതിന് മുന്നേയും ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ അതിൽ നല്ല രീതിയിൽ ചിലവായതുകൊണ്ടാണ് ഞാൻ ഇതിലോട്ട് വന്നത്. അപ്പം എന്നിട്ട് പെട്ടെന്ന് എനിക്ക് പെട്രോളോട്ട് പോയപ്പോഴത്തേക്കും ഏകദേശം 2 ദിവസം തന്നെ നല്ല രീതിയിലുള്ള പെട്രോൾ എക്സ്പെൻസ് ആയി. അങ്ങനെ ഞാൻ വെച്ച് കമ്പയർ ചെയ്യുകയാണെങ്കിൽ എനിക്ക് ഓല എന്തുകൊണ്ടും ലാഭമാണ്. വേറെ ടയർ ഒഴികെ മാറ്റി നിർത്തി കഴിഞ്ഞാൽ വേറെ ഒന്നും വരാനില്ല. പിന്നെ ഇടയ്ക്ക് നമ്മൾ പ്രതീക്ഷിക്കാതിരിക്കുമ്പം അല്ലെങ്കിൽ അത്യാവശ്യത്തിന് വണ്ടി എടുക്കും പണി കിട്ടും, അങ്ങനെ ഉള്ളത് മാറ്റി നിർത്തി കഴിഞ്ഞാൽ ഓല ഓക്കെയാണ്. ഇത്രയും നാൾ ഞാൻ ഉപയോഗിച്ചിട്ട് ഞാൻ നല്ല സാറ്റിസ്ഫൈഡ് ആണ്. അപ്പോൾ എനിക്ക് ഒരു 2 മാസത്തിലൊരിക്കൽ ഒരു 5,000 രൂപയാണ് വീട്ടിൽ കറണ്ട് ചാർജ് വരുന്നത്. അത് ഞാനും എൻ്റെ ചേട്ടനും എൻ്റെ അച്ഛൻ്റെ വണ്ടിയും ചാർജ് ചെയ്യുന്നുണ്ട്. എന്നിട്ടും ഈ റേഞ്ചിലാണ് വരുന്നത്. പക്ഷേ പെട്രോൾ എക്സ്പെൻസ് നോക്കിക്കഴിഞ്ഞാൽ എനിക്ക് ചിലപ്പോൾ ഒരാഴ്ച തന്നെ ഏകദേശം ഒരു 2,000-3,000 രൂപയ്ക്ക് പെട്രോൾ എക്സ്പെൻസ് വരും. അപ്പോൾ അങ്ങനെയാണ് ഞാൻ ഒലയിലോട്ട് വന്നത്. പിന്നെ ഇപ്പോൾ വീട്ടിൽ സോളാർ വെച്ചു. അപ്പം റീസെൻ്റായിട്ട് ഇപ്പോൾ സോളാർ വെച്ചു. അപ്പോൾ എനിക്കിപ്പം ട്രാവലിങ്ങിന് 0 കോസ്റ്റാണ് ആവുന്നത്. കാരണം വെച്ചാൽ KSEBിക്ക് ഇപ്പോൾ പൈസ കൊടുക്കേണ്ട, മാസം മീറ്റർ ചാർജ് മാത്രം കൊടുത്താൽ മതി. സോളാറിൽ നിന്ന് വരുന്ന കറണ്ട് കൊണ്ട് വണ്ടിയും ചാർജ് ചെയ്യാം, വീട്ടിലെ കാര്യങ്ങളും നടക്കും. അപ്പോൾ അതുകൊണ്ട് എനിക്കിപ്പോൾ 0 കോസ്റ്റാണ് ട്രാവലിങ്ങിന് വരണത്. അപ്പോൾ ഓല ആയതുകൊണ്ട് നല്ല റേഞ്ചും കിട്ടുന്നുണ്ട്, നല്ല പവറും ഉണ്ട്. ഞാൻ ഫുൾ സാറ്റിസ്ഫൈഡ് ആണ്. അപ്പോൾ ഇതൊക്കെയാണ് ഞാൻ ഓല എടുത്തതിന് ശേഷമുള്ള വിശേഷങ്ങൾ. അപ്പോൾ ഇത്രയും നാൾ ഞാൻ ഉപയോഗിച്ചിട്ട് ഞാൻ ഫുൾ സാറ്റിസ്ഫൈഡ് ആണ്, ഞാൻ നല്ല ഹാപ്പി. അപ്പോൾ നിങ്ങൾ ഓല ഉപയോഗിച്ചിട്ട് എങ്ങനെയാണ്, എന്താണെന്നുള്ളത് ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യണേ ഗൈസ്.